ഏതെങ്കിലും ഒരു ജീവിത വഴിയിൽ എവിടെയെങ്കിലും ഒരു നഷ്ടം വരുമ്പോൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്, ഒരു കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും നമ്മളെ സഹായിക്കുന്നത് കല തന്നെയാണ്. വേറെ ഒന്നുമല്ല. അല്ലെങ്കിൽ വായന പോലെയുള്ള കാര്യങ്ങളാവും, അതും ഒരു കലയാണ്. വായനയും ഒരു കലയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കലാപരമായിട്ടുള്ളൊരു കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് നഷ്ടങ്ങൾ വന്നാലും ഒരു പരിധി വരെ നമുക്കത് നിർത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നത് തന്നെയാണ്. ഈ ഒരു 4 വയസ്സുകാരാണ് എൻ്റെ ക്ലാസ്സിൽ. അപ്പോൾ എനിക്കറിയാം അവരുടെ കാലിബർ എത്രത്തോളം ഉണ്ടെന്ന്. അവരെ നമ്മൾ പഠിപ്പിച്ചാൽ അവർ പഠിക്കും. ഇപ്പോൾ ഒരു ഉണ്ണിക്കണ്ണൻ്റെ ഒരു ഇനം എടുക്കുകയാണെങ്കിൽ അതിൽ ആ ചേല മോഷ്ടിക്കുന്ന വിഭാഗമോ അല്ലെങ്കിൽ ആ ഒരു ഓടക്കുഴൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശരിയാക്കി തരാം, ഇന്നിവിടെ വരട്ടെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറയുന്ന ഭാവങ്ങളൊക്കെ നമുക്ക് കൊച്ചു കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. ഞാൻ എപ്പോഴും എൻ്റെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളുടെ അടുത്ത് പറയും, നിങ്ങൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ, ഈ എറണാകുളത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ ഒരു 7ാം ക്ലാസ്സൊക്കെ വരെ അവർ പഠിക്കും. 7 കഴിഞ്ഞാൽ കുട്ടികൾ വലുതാവുകയാണ്. അപ്പോൾ അവർക്ക് ഡാൻസൊക്കെ നിർത്തി പഠിപ്പിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു തോന്നൽ വരും. അവരുടെ അടുത്ത് ഞാൻ പറയും, നിങ്ങൾ നൃത്തം നിർത്തരുത്, നിങ്ങൾക്ക് പറ്റുന്ന അത്ര നിങ്ങൾ പഠിക്കണം. നൃത്തമോ ഏത് കലയോ ആവട്ടെ, പാട്ടാവാം അല്ലെങ്കിൽ വരയാവാം അല്ലെങ്കിൽ സ്പോർട്സ് ആവാം, എന്തൊരു കാര്യങ്ങളും നിങ്ങൾ കൂടെ കൊണ്ടുപോകണം, എത്ര വലുതായാലും. കാരണം ഇവിടെ പറ്റിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡാൻസ് ക്ലാസ്സിൽ പോയി പഠിക്കുമെന്ന് വരെ പറയാറുണ്ട്. കാരണം എൻ്റെ പോലെ ഏതെങ്കിലും ഒരു ജീവിത വഴിയിൽ എവിടെയെങ്കിലും ഒരു നഷ്ടം വരുമ്പോൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്, ഒരു കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും നമ്മളെ സഹായിക്കുന്നത് കല തന്നെയാണ്. വേറെ ഒന്നുമല്ല. അല്ലെങ്കിൽ വായന പോലെയുള്ള കാര്യങ്ങളാവും, അതും ഒരു കലയാണ്. വായനയും ഒരു കലയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കലാപരമായിട്ടുള്ളൊരു കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് നഷ്ടങ്ങൾ വന്നാലും ഒരു പരിധി വരെ നമുക്കത് നിർത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊക്കെ പഠിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്, നൃത്ത പരിപാടികൾ. ഇപ്പോൾ ഈ അടുത്ത് ഉണ്ടായിരുന്നത് ഫെബ്രുവരിയിൽ നമ്മൾ ഗുരുവായൂർ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. കുറേ കുട്ടികൾ അരങ്ങേറ്റമായിരുന്നു. കാരണം ആ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ശരിയായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷമുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. അതിൽ അമ്മമാരടക്കം ചെറിയ കുട്ടികളടക്കം പ്രോഗ്രാമിനുണ്ടായിരുന്നു. നമ്മൾ ആ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നല്ലോ പല സമയത്തും. നമ്മൾ ആദ്യമായിട്ട് ആ ഒരു മീഡിയത്തിൽ കൂടെ പഠിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. അന്ന് ഈ കഥകൾ, പുരാണ കഥകൾക്ക് കുറേ ക്ലാസ്സുകൾ ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ ഈ കുട്ടികൾക്ക് ഒരുമാതിരി നമ്മളുടെ ഡാൻസിലൂടെ പറയുന്ന കഥകളൊക്കെ അവർക്ക് കിട്ടിയിരുന്നു. അതിൻ്റെ ആ ഒരു സംരംഭം എങ്ങനെയാണ്, ആ ഒരു കഥാസന്ദർഭം എങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊച്ചു കുട്ടികളെ ഇപ്പോൾ നമ്മൾ ഒരു അലാരിപ്പ് കളിപ്പിച്ചു, ഓക്കെ, അലാരിപ്പ്, ജതുസ്വരം, ഇതൊക്കെ നമ്മളുടെ ആ ഒരു മാർഗത്തിൻ്റെ വഴിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ പദങ്ങൾ വെറുതെ പഠിപ്പിച്ച് കളിപ്പിക്കുക. അവർ കുഞ്ഞല്ലേ, കൊച്ചു കുട്ടിയല്ലേ, അവർക്ക് അത്രേ പറ്റുള്ളൂ എന്ന് ചിന്തിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഞാനിപ്പോൾ ചിന്മയ സ്കൂളിൽ KG വിഭാഗമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 4 വയസ്സുകാരാണ് എൻ്റെ ക്ലാസ്സിൽ. അപ്പോൾ എനിക്കറിയാം അവരുടെ കാലിബർ എത്രത്തോളം ഉണ്ടെന്ന്. അവരെ നമ്മൾ പഠിപ്പിച്ചാൽ അവർ പഠിക്കും. അതുകൊണ്ട് തന്നെ വെറുതെ പഠിപ്പിച്ച് ഒരു വേദിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതല്ലാതെ അവരിലൂടെ തന്നെ കഥാസന്ദർഭങ്ങളെ മനസ്സിലാക്കി കൊടുക്കുകയും അഭിനയ പ്രാധാന്യമുള്ള പല കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ഞാൻ ചെയ്തിരുന്നു. അവർക്കും ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ. ഇപ്പോൾ ഒരു ഉണ്ണിക്കണ്ണൻ്റെ ഒരു ഇനം എടുക്കുകയാണെങ്കിൽ അതിൽ ആ ചേല മോഷ്ടിക്കുന്ന വിഭാഗമോ അല്ലെങ്കിൽ ആ ഒരു ഓടക്കുഴൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശരിയാക്കി തരാം, ഇന്നിവിടെ വരട്ടെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറയുന്ന ഭാവങ്ങളൊക്കെ നമുക്ക് കൊച്ചു കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. നമ്മൾ ആ കുളിക്കുന്ന രംഗവും നമ്മുടെ ചേല കാണാതെ കണ്ടുപിടിക്കുന്ന, എവിടെ പോയി, അയ്യോ കൃഷ്ണൻ എവിടെ എന്നൊക്കെ നോക്കുന്ന ഭാവങ്ങളൊക്കെ വലിയ കുട്ടികൾക്കല്ല, കൊച്ചു കുട്ടികൾക്കും ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചതാണ് ഞാൻ. എനിക്കതൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല. കാരണം കുട്ടികളും അത് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളത് പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസ് സെഷൻ എല്ലാം ചെയ്തിട്ടുള്ളത്. ഒരുപാട് സമയം വരെ, രാത്രി വരെയും അവർ നിന്ന് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. തിരിച്ച് വീട്ടിലേക്ക് പോകാനാണ് അവർക്ക് ബുദ്ധിമുട്ട്. ഇന്ന് പോകണമെന്നൊക്കെയാണ് ചോദിക്കുക എൻ്റെ അടുത്തുനിന്ന്. അത്രയും ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു. അതുപോലെ വലിയ കുട്ടികൾക്ക് ആയാലും ഇപ്പോൾ ശ്രീരാമൻ്റെ ഒരു കഥ എടുത്തു, നമ്മൾ കഥയിലൂടെയാണ് പ്രോഗ്രാം ചെയ്യുമ്പോൾ അവർക്കും അത് മനസ്സിലാകുന്നുണ്ട്. വെറുതെ ഒരു പ്രോഗ്രാം അല്ല, അവർക്ക് ആ കഥാസന്ദർഭം മനസ്സിലാവുകയും എങ്ങനെയാണ് പുരാണത്തിലെ കഥാപാത്രങ്ങൾ ജീവിതത്തെ കണ്ടത്. ശ്രീരാമൻ്റെ കഥയിൽ നിന്നൊക്കെ ഒരുപാട് നമുക്ക് അങ്ങനെ പഠിക്കാനുണ്ട്. ഹനുമാൻ വരുമ്പോഴും ഒക്കെ നമുക്ക് അങ്ങനത്തെ കുറേ രസകരമായ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പലതും പഠിക്കുന്നത്. ഇതെല്ലാം നൃത്തത്തിലൂടെ ഒരു കടന്നുകയറ്റമാണ് അവരുടെ മനസ്സിലേക്ക്. അതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുമാതിരി നമുക്ക് പ്രേക്ഷകർക്കും ഇങ്ങനത്തെ കഥകളിലൂടെയാണ് നൃത്തം കാണുമ്പോൾ ഒരു സന്തോഷമാണ്, അവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് അല്ലേ. അതുപോലെയാണ് നമ്മുടെ ക്ലാസ്സിലെ എല്ലാ പഠന രീതികളും നടത്തുന്നത്.